മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്ന റീജോ ഫോൺ എടുത്ത് സെബാനെ വിളിച്ചു. പറയളിയ, അവൾ എന്തിയടാ? ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പിന്നൊരു സ്ലീപ്പിംഗ് പില്ല് കലക്കി കുടിപ്പിച്ചു. ഇപ്പൊ നല്ല ഉറക്കവാ. അവൾക്ക് ബോധമില്ലെന്ന് കരുതി കയറി മേയൊന്നും ചെയ്തേക്കരുത്. ഫ്രഷായിട്ട് കൊടുത്താലേ പറഞ്ഞ പൈസ കിട്ടൂ. പറഞ്ഞേക്കാം. ഞാൻ എന്തോടാ അളിയ, അത്ര മുട്ടി നിൽക്കുവാണോ? അല്ല, എത്ര നാൾ ഇവളെയും കൊണ്ട് ഈ കൊതുകടിയും കൊണ്ട് ഈ മാനും മാഞ്ചാതിയുമില്ലാത്ത മലമുട്ടിൽ കിടക്കേണ്ടി വരും? എന്റെ പൊന്നടാ, ആ കോപൻ നാട്ടിലെത്തിയാലല്ലേ അവളെ വന്ന് കൊണ്ടുപോകത്തുള്ളൂ. അതുവരെ സഹിച്ചേ പറ്റൂ. എന്നതായാലും പൊക്കിപ്പോയില്ലേ? റീജോ അവനെ സമാധാനിപ്പിച്ചു. അല്ല, നീ എന്നാ ഇപ്പൊ വിളിച്ചത്? എന്റെ ഇച്ചായനെ അങ്ങ് മേലോട്ടെടുക്കാൻ സമയമായെന്ന് തോന്നുന്നടാ. എന്നതൊക്കെയാടാ നീ പറയുന്നേ? നീ ഇന്ന് നേരത്തെ അടിച്ചു കയറ്റിയോ? സെബാൻ നേരിയ ഭയത്തോടെ ചോദിച്ചു. അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ അതിന്റെ എഫക്റ്റിൽ പറയുമല്ലടാ. അവൻ ചെന്ന തിരിച്ചു കൊണ്ട് വന്നു. ഇപ്പോ രണ്ടും കൂടി ആ വില്ലയിലെ താമസം. ഇതുവരെ തമ്മിൽ ഇണങ്ങിയിട്ടൊന്നുമില്ലെന്ന അറിവ്. പക്ഷെ അതൊക്കെ എത്ര നാളെന്ന് വെച്ചിട്ടാ? ഒരു ദിവസമൊന്ന് കൂടെ കിടന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതൊക്കെ. അങ്ങനെ വല്ലതും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ മുരണ്ടു. എടാ, എന്നാലും നിന്റെ ചേട്ടനല്ലേ? ഓപ്പാണ്. അവളുടെ കൊഴുപ്പിലൊന്ന് തൊടാൻ പോയെന്നും പറഞ്ഞതിനെ തല്ലിച്ചതയ്ക്കുമ്പോൾ ചേട്ടനാണെന്നോ അനിയനാണെന്നോ ഉള്ള ചിന്തയൊന്നും അവനുണ്ടായില്ലല്ലോ. പിന്നെ എനിക്ക് മാത്രം എന്നാത്തിനാ ഈ സെന്റിമെന്റ്സ് ഒക്കെ? നീ കൂടുതൽ ഉപദേശമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ ആ ക്രിസ്റ്റിയുടെ നമ്പറിന്ന് വാട്സപ്പ് ചെയ്തേക്ക്. അത്രമാത്രം പറഞ്ഞിട്ട് റീജോ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു. നീ മിന്നുകെട്ടിയ പെണ്ണ അല്ലേ അവൾ? അവൾക്ക് വേണ്ടതൊക്കെ നീ അങ്ങ് കൊടുക്കുമല്ലേ? അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ ഇച്ചായ? എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കൊന്നു വല്ല ചതുപ്പിലും താഴ്ത്തിയാലും എന്റെ ഇച്ചായൻ അവളെ അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല ഈ റീജോ. കയ്യിലിരുന്ന മദ്യം വായിലേക്ക് കമഴ്ത്തിയിട്ട് ഗ്ലാസ് ചുവരിലേക്ക് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു റീജോ. റയാൻ ആമിയെ കൊണ്ടൊരു ക്ലിനിക്കിലേക്കായിരുന്നു പോയത്. അധികം ആളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വേഗം ഡോക്ടറെ കണ്ടിറങ്ങി. ആമിക്ക് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം തോന്നിയിരുന്നു. തിരികെയുള്ള യാത്രയിൽ തുമ്മൽ കുറഞ്ഞതുകൊണ്ടും മരുന്നിന്റെ ക്ഷീണം കൊണ്ടും സീറ്റിലേക്ക് ചാരിക്കിടന്നുറങ്ങിപ്പോയിരുന്നു ആമി. റയാനും അവളെ ശല്യം ചെയ്യാൻ പോകാതെ പതിയെ ഡ്രൈവ് ചെയ്തു. ഇടയ്ക്ക് കാർ ഒരു ഷോപ്പിൽ നിർത്തി ആമിക്ക് വേണ്ടി ഒരു ഫോണും കൂടി വാങ്ങിയിട്ടായിരുന്നു അവൻ വീട്ടിലേക്ക് പോയത്. ആമിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞതേയില്ലായിരുന്നു. ഹലോ മേഡം. വീട്ടിലെ പോർച്ചിൽ വണ്ടി നിന്നതുപോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്നവളുടെ കവിളിൽ പതിയെ ഒന്ന് തട്ടിക്കൊണ്ട് റയാൻ വിളിച്ചപ്പോഴായിരുന്നു ആമി ഞെട്ടി കണ്ണു തുറന്നത്. വീടെത്തി, അകത്തോട്ട് വന്നാലും പറഞ്ഞിട്ട് അവൻ ഇറങ്ങിച്ചെന്ന് ഡോർ തുറന്നു. പിന്നാലെ കയറി വന്ന ആമി നേരെ പോയി ബെഡിലേക്ക് വീണു. റയാൻ ഫ്രഷായി വന്നിട്ട് പുതിയ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ നമ്പർ തന്റെ ഫോണിലുണ്ടായിരുന്ന ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ആമി ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെച്ചപ്പോഴേക്കും സമയം 9:30 കഴിഞ്ഞിരുന്നു. അതിനുശേഷമായിരുന്നു അവൻ ചെന്ന് ആമിയെ വിളിച്ചുണർത്തിയത്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് ക്ഷീണമൊക്കെ മാറി നല്ലൊരു ഉന്മേഷമൊക്കെ തോന്നിച്ചിരുന്നു. പരസ്പരമൊന്നും സംസാരിച്ചില്ലെങ്കിലും ഇരുവരും ഒന്നിച്ചിരുന്ന് തന്നെയായിരുന്നു അത്താഴം കഴിച്ചതൊക്കെ. അതിനിടയിൽ പുതിയ ഫോണൊക്കെ റയാൻ അവൾക്ക് കൊടുത്തിരുന്നു. ഫോൺ കിട്ടിയതോടെ അച്ഛനെയും അമ്മയെയും ജാസ്മിനെയും കീർത്തിയുമൊക്കെ വിളിക്കാനുള്ള വെപ്രാളത്തിൽ തിടുക്കപ്പെട്ടായിരുന്നു ആമിയുടെ കഴിപ്പ്. റയാൻ അത് മനസ്സിലായെങ്കിലും പ്രത്യേകിച്ചൊന്നും പറയാൻ നിന്നില്ല. അല്ല, മാഡം അപ്പോൾ റൂം വൃത്തിയാക്കാൻ പോയതിന്റെ പിന്നിലെ ചേതോവികാരം എന്തായിരുന്നു? ഊണൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോൾ ബെഡിലിരുന്ന് ഫോണിൽ കളിക്കുന്നവളോട് അവൻ ചോദിച്ചു. അത് കേട്ടതും ആമിയുടെ ചുണ്ടൊന്ന് കോടി. അത് പിന്നെ ആ റൂം ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കിട്ടിയല്ലോ. ആകെയുള്ള റയാന്റെ ചോദ്യം കേട്ട് അവളുടെ മുഖം കൂടുതൽ കൂർത്തതേയുള്ളൂ. എന്നാ പിന്നെ ആ ടാബ്ലറ്റ് എടുത്ത് വിഴുങ്ങിയിട്ട് കിടന്നോ? ഇതിനാ പറയുന്നത് വയ്യാത്ത പട്ടി കയ്യാല കയറരുതെന്ന്. അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ലാപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു. അത് കണ്ട് ആമി ദേഷ്യത്തിൽ പല്ല് കടിച്ചു. പുറത്ത് കാർ വന്നു നിന്ന ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു റയാൻ ഉറക്കമുണർന്നത്. ഞായറാഴ്ചയായിട്ട് കുറച്ചു നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിക്കത്തില്ല. അടുത്ത് കിടന്നുറങ്ങുന്ന ആമിയെ ഒന്ന് നോക്കിയിട്ട് ദേഹത്തു നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി എണീക്കുന്നതിനിടയിൽ റയാൻ പിറുപിറുത്തു. അപ്പോഴേക്കും പുറത്ത് കാളിംഗ് ബെൽ മുഴങ്ങി തുടങ്ങിയിരുന്നെങ്കിലും അവൻ നേരെ ബാത്റൂമിലേക്ക് കയറി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടേ മുറിക്ക് പുറത്തേക്ക് പോയുള്ളൂ. റയാൻ ചെന്ന് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവന്റെ മുഖഭാവമാകെ മാറി മറിഞ്ഞു. മമ്മിയും ഡാഡിയും എന്നാ ഇത്ര രാവിലെ? അമ്പരപ്പും സന്തോഷവും ഒരുപോലെ നിറഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. രാവിലെയോ? നിനക്കും നിന്റെ പെമ്പറന്നോത്തിക്ക് നേരം വെളുക്കാൻ വൈകിയെന്നേ ഉള്ളൂ. മണി 10 കഴിഞ്ഞു. ഞങ്ങളെ പള്ളിയിലും പോയേച്ചു വരുവാ. അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് റൂബി അകത്തേക്ക് കയറി. അല്ല, ഇതെന്നതാ കയ്യിൽ? അപ്പവും സ്റ്റൂ ആടാ. നിനക്കിഷ്ടമല്ലയോ? അതാ എടുത്തോണ്ട് പോന്നത്. ഇടറിയ സ്വരത്തിൽ പറഞ്ഞിട്ട് റൂബി അത് കൊണ്ട് ചെന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. ആ കൊച്ചെന്തിയടാ? അവൾ എണീച്ചില്ല ഡാഡി. നിങ്ങൾ വന്നത് പോലും അറിഞ്ഞിട്ടില്ല.
ആ, കിടന്നുറങ്ങട്ടെ. ഇപ്പൊ കാലത്തടിച്ചു ചാടി എണീച്ചിട്ടും എന്നതാ കാര്യം? അതുകൊണ്ടൊന്നുമല്ല മമ്മി. അവൾക്ക് ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. പിന്നെ വൈകുന്നേരം സ്റ്റാൻലി ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയിരുന്നു. മെഡിസിന്റെ ക്ഷീണമൊക്കെ കൊണ്ടായിരിക്കും ഇത്ര നേരമായിട്ടും എണീക്കാത്തത്. റയാൻ പറഞ്ഞത് കേട്ടതും പോളും റൂബിയും വെപ്രാളത്തോടെ പരസ്പരം നോക്കി. അയ്യോ, എന്നാ പറ്റി? പനിയാണോ? ചുമ്മാ ഓരോന്നോർത്തിരുന്ന് കരഞ്ഞ് പനി പിടിപ്പിച്ചതായിരിക്കും. അതൊന്നുമല്ല മമ്മി. അവൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ടെന്ന്. ഇന്നലെ ഞാൻ ഓഫീസിൽ പോയ നേരത്ത് അപ്പുറത്തെ ബെഡ്റൂം ക്ലീൻ ചെയ്യാൻ പോയതാ. പൊടിയടിച്ച് ആകെ പ്രശ്നമായി. ഞാൻ വന്നപ്പോൾ കണ്ട കോലം കണ്ട മമ്മി പേടിച്ചു പോകുമായിരുന്നു. പിന്നെ സ്റ്റാൻലി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാ ഒന്ന് റെഡിയായത്. റയാൻ തലേ ദിവസത്തെ ആമയുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, പിന്നെ എന്നാത്തിനാ അത് തൂക്കാനും വാരാനുമൊക്കെ പോയത്? റൂബി അന്തം വിട്ട് ചോദിച്ചു. ഓ, അതിന് ചുമ്മാ ഇരുന്ന് ബോറടിച്ച് കാണും. അതൊക്കെ പിന്നെ പറയാം. നീ ചെന്ന് ചായ വെക്ക്. കൊച്ചിന് മേലാത്തതല്ലേ, എണീറ്റ് കുടിക്കട്ടെ. പോള് പറഞ്ഞതും സമ്മതഭാവത്തിൽ തലകുലുക്കി സാരിത്തുമ്പും ഇടുപ്പിൽ കുത്തിക്കൊണ്ട് റൂബി കിച്ചണിലേക്ക് നടന്നു. ആ, ഇങ്ങനെ നിൽക്കാതെ വന്നിരിയടാ. സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് പോള് പറഞ്ഞതും റയാനും അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നിരുന്നു. ആമിമോളുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന് അറിയാനും കൂടിയാ ഞങ്ങൾ വന്നത്. അവളെ ഇവിടെ ഇങ്ങനെ പൂട്ടി വെച്ചേക്കാനാണോ നിന്റെ ഭാവം? അല്ല ഡാഡി, നാളെ മുതൽ അവളെ കോളേജിൽ വിടണം. നാളെ ഒരു സമയം ഞാൻ കാരണം അവളുടെ ഭാവി തൊലഞ്ഞെന്ന് ആരും പറയരുത്. അവളുടെയും അവളുടെ അച്ഛനമ്മമാരുടെയും ആഗ്രഹം പോലെ തന്നെ അവൾ പഠിച്ച് ജോലി വാങ്ങണം. ദീർഘവീക്ഷണത്തോടെയുള്ള മകന്റെ പറച്ചിൽ കേട്ട് പോൾ നേരത്തെ പുഞ്ചിരിയോടെ അവന്റെ തോളിൽ തട്ടി. നല്ല കൊച്ചാ അവള്, വിട്ട് കളഞ്ഞേക്കരുത്. നിനക്ക് അവളെ ചേരൂന്നാ നിന്റെ മമ്മിയുടെ പറച്ചില്. അക്കാര്യത്തിൽ ഡാഡിക്കും എതിരൊന്നുമില്ല. ചേർച്ചയും ചേർച്ചക്കേടുമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനായിട്ട് അവളുടെ കഴുത്തിൽ കെട്ടിയ മിന്നു പൊട്ടിക്കത്തില്ല ഡാഡി. പക്ഷേ ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും അവളുടെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ, അവൾക്കത് വേണ്ടെങ്കിൽ ഞാൻ അവളെ തടയാനും പോവില്ല. ഓ, അതൊന്നും വേണ്ടി വരില്ലടാ. അവള് നിന്റെ കെട്ടിയോളായി തന്നെ ജീവിക്കും. പോൾ അത് പറഞ്ഞിട്ട് അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ആ വാക്കുകളുടെ ചന്തമോർത്തിട്ടോ എന്തോ റയാനും പുഞ്ചിരിച്ചു. നെറ്റിയിലൊരു തണുപ്പറിഞ്ഞപ്പോഴായിരുന്നു ആമി പതിയെ കണ്ണുകൾ തുറന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ അരികിൽ നിറപുഞ്ചിരിയോടെ ഇരിക്കുന്ന റൂബിയെ കണ്ടതും അവൾ ഞെട്ടിപ്പോയതുപോലെ ചാടി എണീറ്റു. അയ്യോ, മോള് പേടിച്ചോ? പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ഒന്നും വല്ലാതായ റൂബി ചോദിച്ചു. ഏയ്, ഞാൻ ഞാൻ മമ്മിയെ. ഓ, അത് വേറൊന്നുമല്ല മോളെ. ഞാൻ നിങ്ങളുടെ ഡാഡിയും കൂടി പള്ളിയിൽ പോയേച്ച് വരുന്ന വഴി ഇവിടെ കയറി നിങ്ങളെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാ. മോൾക്ക് അങ്ങോട്ടല്ലേ വരാൻ വയ്യാത്തത്? ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. റൂബിയുടെ അവസാന വാക്കുകൾ നിഴലിച്ച വേദന അറിഞ്ഞെങ്കിലും അത് കണ്ടില്ലെന്ന് നടിക്കാനേ ആമയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ അവർക്ക് മുഖം കൊടുക്കാതെ കുനിഞ്ഞു കളഞ്ഞു. അത് റൂബിക്കും മനസ്സിലായിരുന്നു. പക്ഷേ അവളെ ഒന്നിനും നിർബന്ധിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്ന തിരിച്ചറിവിൽ അവർ പിന്നീടൊന്നും പറഞ്ഞില്ല. അല്ല, മോൾക്ക് എന്നതാ വയ്യായിരുന്നെന്നൊക്കെ അവൻ പറഞ്ഞല്ലോ. എന്നാ പറ്റി മോളെ? എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. പൊടിയൊന്നും പറ്റില്ല. ഇന്നലെ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയതാ. പക്ഷേ വൈകായിക ഉണ്ടെന്നറിഞ്ഞു വെച്ചോണ്ട് എന്നാത്തിനാ മോളെ വേണ്ടാത്ത പണിക്ക് പോയേ? അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് സ്നേഹവും ശാസനയും നിറഞ്ഞ ഭാവത്തിൽ റൂബി ചോദിച്ചു. പക്ഷേ ആമിയിൽ അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു നിറച്ചത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ പോലും കളരിക്കൽ കഴിഞ്ഞ ദിവസങ്ങളുടെ ഓർമ്മകളായിരുന്നു അവളെ അത്തരമൊരവസ്ഥയിലേക്ക് എത്തിച്ചത്. ആ, ഇനി ഏതായാലും ഇങ്ങനെ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. ഞാൻ ആ സൂസിയെ പറഞ്ഞു വിടാം. അവൾ വന്ന് വൃത്തിയാക്കി തരും കേട്ടോ. അവൾ പതിയെ മൂളി. എന്നാ മോളെണീറ്റ് ഫ്രഷ് ആയിട്ട് വാ. മമ്മി ചായയൊക്കെ ഇട്ടു. ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ കഴിക്കാമെന്ന് കരുതി ഞങ്ങളും കഴിച്ചിട്ടില്ല. മോള് പെട്ടെന്ന് വാ. റൂബി ബെഡിൽ നിന്ന് എഴുന്നേറ്റതും ആമി വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് കയറി. റൂബി തിരികെ ഹാളിലേക്ക് വരുമ്പോഴും റയാനും പോളും കൂടി ഹാളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടേക്ക് നോക്കിയിട്ട് അവർ നേരെ കിച്ചണിലേക്ക് ചെന്ന് ആഹാരമൊക്കെ പാത്രത്തിലാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. കൊച്ചെണീറ്റില്ലോടി? റൂബി അരികിലേക്ക് വന്നതും പോൾ ചോദിച്ചു. എണീറ്റു, ഫ്രഷ് ആകാൻ കയറിയേക്കുവാ. റൂബി അത് പറഞ്ഞതും റയാൻ വേഗം എണീറ്റ് മുറിയിലേക്ക് പോയതും ഒരുമിച്ചായിരുന്നു. അവന്റെ ആ പോക്ക് കണ്ട് റൂബി ചോദ്യഭാവത്തിൽ പോളിനെ നോക്കിയെങ്കിലും അതെന്തെങ്കിലും ആവട്ടെ എന്ന മട്ടിൽ കണ്ണടച്ച് കാട്ടിയതേയുള്ളൂ അയാൾ. റയാൻ റൂമിലെത്തുമ്പോഴും ആമി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. അത് കണ്ടതും അവൻ വേഗം ചെന്ന് ബാത്റൂം ഡോറിൽ തട്ടാൻ തുടങ്ങി. ഡീ ഡീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാളയമർന്ന പോലെ അമർന്നേ? കാള നിന്റെ മറ്റവൻ. നീ കുളിക്കുവാണോ? ആണേ നിങ്ങൾ വന്ന് കുളിപ്പിച്ചു തരുവോ? അയ്യടാ, എനിക്കത്ര ദാരിദ്ര്യമൊന്നും ഇല്ലടി കോപ്പേ. വയ്യാത്തതല്ലേ, അതിന്റെ കൂടിന് രാവിലെ തലയിൽ കൂടെ വെള്ളം കൂടി കോരി ഒഴിച്ചിട്ട് അടുത്ത കുരു ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് കരുതി ഓടി വന്നതാ. ഡോറിന് പുറത്തു നിന്നുകൊണ്ട് അവൻ പറയുന്നത് കേട്ടതും ഷവർ ഓൺ ചെയ്യാൻ നീങ്ങുകയായിരുന്ന ആമിയുടെ കൈ നിശ്ചലമായി. അവൾ തെല്ലമ്പരപ്പോടെ വാതിലേക്ക് നോക്കി നിന്നു. ഓ, പുറത്ത് നിങ്ങളുടെ ഡാഡിയും അമ്മയും ഒക്കെ ഉണ്ടല്ലോ.
അവരെ കാണിക്കാനുള്ള നാടകമായിരിക്കും ഈ കെയറിങ്ങൊക്കെ അല്ലേ? മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് അതുപോലെ ചോദിച്ചതായിരുന്നു ആമി. പക്ഷേ അത് കേട്ടതും റയാന് കലി വന്നിരുന്നു. ഡി കോപ്പെ, എന്നെ ഈ ഭൂമിയിലോട്ട് പടച്ചു വിട്ടവരാ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ മുന്നിൽ നിന്നെപ്പോലൊരു നെത്തോലി പെണ്ണിനെയും കൊണ്ട് നാടകം കളിക്കേണ്ട കാര്യമൊന്നും റയാൻ പോളിനില്ലടി പുല്ലേ. ഞാൻ എന്താണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതെ ഇങ്ങോട്ടിറങ്ങി വാടി പുല്ലേ. അവൻ കലിപ്പായെന്ന് മനസ്സിലായതും ആമിക്ക് ചെറിയ പേടി തോന്നിയെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ അതൊന്നും പുറമേ കാണിച്ചാൽ പറ്റില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ആമി ധൈര്യം സംഭരിച്ചു. നിങ്ങളൊന്ന് പോയേ, എനിക്ക് ഫ്രഷ് ആവണം. വയ്യാതിരിക്കുമ്പോൾ വെള്ളം കോരിയൊഴിച്ചിട്ടുള്ള ഫ്രഷ്നസ് ഒന്നും വേണ്ടെന്നാ ഞാനും പറഞ്ഞത്. അന്തർജനം കുളിച്ചിട്ട് അവസാനം വീണ്ടും വയ്യാതായാൽ എനിക്ക് പറ്റത്തില്ല ചുമന്നുകൊണ്ട് നടക്കാൻ. അത് തന്നല്ല, നാളെ മുതൽ കോളേജിലും പൊയ്ക്കോണം. നിന്നെ ഇങ്ങനെ ഇതിനകത്ത് വെച്ച് അടയിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. കോളേജിലോ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ആമി ചോദിച്ചു. അല്ല, കോടതിയിൽ. ഇറങ്ങി വാടി കോപ്പെ, അല്ലെങ്കിൽ ഞാൻ ഈ ഡോറ് ചവിട്ടി പൊളിക്കും. ഇനിയും അവിടെ നിന്നാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് മനസ്സിലായതും ആമി കുളിക്കാൻ നിൽക്കാതെ മുഖമൊക്കെ ഒന്ന് കഴുകി വേഗം ഡ്രസ്സിട്ടുകൊണ്ട് ഡോറ് തുറന്നിറങ്ങി. റയാൻ അന്നേരം പുറത്തിറക്കി വന്നവളെ അടിമുടി നോക്കി. അവൾ കുളിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കുന്ന തിരക്കിലായിരുന്നു അത് മൈൻഡ് ചെയ്യാത്തതുപോലെ ആമി നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോയി. നീ ഇതെങ്ങോട്ടാ കയറി ഓടിയത്? റയാൻ തിരികെ വന്നപ്പോൾ റൂബി ചോദിച്ചു. ഞാൻ ആ പിശാചിനോട് കുളിക്കരുതെന്ന് പറയാൻ പോയതാ. ഇന്നലെ അത്രയും വയ്യായിരുന്നു അവൾക്ക്. അതിൻ്റെ കൂടെ രാവിലെ തന്നെ കുളിച്ച് വീണ്ടും വയ്യാതായാലോ? റൂമിന് നേർക്ക് നോക്കി നിന്നുകൊണ്ട് റയാൻ പറഞ്ഞതും പോളും റൂബിയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ നിനക്കവളെ ഇഷ്ടമായി തുടങ്ങിയതല്ലയോ? പിന്നെ ഇഷ്ടമാവാതിരിക്കാൻ എന്തുവാ? എന്നായാലും എൻ്റെ കെട്ടിയോളല്ലയോ? ഞാനായിട്ടെന്നാലും അവളെ കളയാനും പോണില്ല. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എന്നാ കുഴപ്പം? അവൻ ചമ്മുമെന്ന് കരുതി ചോദിച്ചതാണെങ്കിലും കൂസലില്ലാതെയുള്ള അവൻ്റെ മറുപടി കേട്ട് റൂബി കണ്ണുമിഴിച്ച് പോളിനെ നോക്കി. അയാളിൽ അപ്പോഴും പുഞ്ചിരി തന്നെയായിരുന്നു. മമ്മി നിന്ന് ന്യായം പറയാതെ വന്ന് ഫുഡ് വിളമ്പിക്കേ, എനിക്ക് വിശക്കുന്നു പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് പോയവൻ്റെ പിന്നാലെ ചെന്ന് അവൻ ഇഷ്ടപ്പെട്ട ആഹാരം പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുമ്പോൾ റൂബിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ആമി പുറത്തേക്ക് വരുമ്പോൾ മറ്റു 3 പേരും കഴിക്കാനിരുന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോണോ വേണ്ടേ എന്നറിയാതെ അവളൊന്ന് ശങ്കിച്ചു നിന്നു. ആ, മോളെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, വന്നിരിക്ക്. ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വാതുക്കൽ നിൽക്കുന്നവളെ കണ്ട് പോൾ സ്നേഹത്തോടെ വിളിച്ചു. അതോടെ ആമയും അവിടേക്ക് ചെന്നു. അവൾ റയാന്റെ അരികിലുള്ള കസേരയിലേക്ക് ഇരുന്നതും റൂബി വേഗം അപ്പവും സ്റ്റൂവും വിളമ്പിക്കൊടുത്തു. അതൊക്കെ കണ്ടെങ്കിലും അതൊന്നും കാണാത്ത മട്ടിൽ നിന്ന് കഴിക്കുകയായിരുന്നു റയാൻ. എങ്ങനെയുണ്ട് മോളെ, കൊള്ളാവോ? നല്ലതാ, അവൾ പതിയെ പറഞ്ഞു. അല്ലേലും മമ്മി എന്നാ വെച്ചാലും അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലയോ? ഫുഡിൽ ആ മാജിക്ക് കൊണ്ടുവരാൻ വേറെ ആരും തലയും കുത്തി നിന്നാൽ പോലും നടക്കത്തില്ല. തൻ്റെ പ്ലേറ്റിലേക്ക് ഒരപ്പം കൂടി എടുത്തിട്ട് കൊണ്ടായിരുന്നു റയാന്റെ കമന്റ്. എടാ പൊന്നു മോനെ, സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ നേരവും കാലവും നോക്കണം കേട്ടോ. അതെന്നാ ഡാഡി? റയാൻ മനസ്സിലാകാതെ ചോദിച്ചു. എടാ പൊട്ട, ഈ ഭാര്യമാരിയ്ക്കുമ്പോൾ വേറൊരാളുണ്ടാക്കിയ ആഹാരത്തെ പുകഴ്ത്തി പറയാൻ പാടില്ല. അതിന് സ്വന്തം അമ്മയാൽ പോലും. അതവർക്ക് ഇഷ്ടപ്പെടുകയില്ല. നീ അങ്ങനെ ഇരുന്ന് നിന്റെ മമ്മിയെ പൊക്കിയടിച്ചാൽ ചിലപ്പോൾ ആമി മോൾക്ക് ഫീലാകുമെന്നാ ഞാൻ പറഞ്ഞത്. പോൾ തമാശയായി പറഞ്ഞത് കേട്ട് റൂബിയും ചിരിച്ചെങ്കിലും ആമിക്കും റയാനും ചിരിയൊന്നും വന്നിരുന്നില്ല. എങ്കിലും ഇരുവരും പരസ്പരമൊന്ന് നോക്കിയിരുന്നു. ആ ക്ഷണനേരം കൊണ്ട് ഇരുവരുടെയും നോട്ടങ്ങൾ പരസ്പരം ഇടഞ്ഞു. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ ഇച്ചായ, പിള്ളേര് കഴിക്കട്ടെ. ആ, അതിപ്പോ ഞാനുള്ള കാര്യമല്ലയോ പറഞ്ഞത്. ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് പണ്ട് നീ ഉണ്ടാക്കിയ പുകിലൊന്നും ഞാൻ മറന്നിട്ടില്ല. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എൻ്റെ മോനൊരു ഉപദേശം കൊടുത്തേക്കാമെന്നേ ഞാൻ കരുതിയുള്ളൂ. ഓ, മതി ഉപദേശിച്ചത്. റൂബിയുടെ മുഖം കൂർത്തതും പോൾ നല്ല കുട്ടിയായിരുന്നു കഴിക്കാൻ തുടങ്ങി. അവർക്കൊപ്പമുള്ള നിമിഷങ്ങൾ ആമിയിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തീർക്കുന്നതായിരുന്നുവെങ്കിലും ആമിയും അവർക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെയും കുറേ നേരം കൂടി ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയായിരുന്നു പോളും റൂബിയും പോകാനിറങ്ങിയത്. അവർ പോകാനിറങ്ങിയതും ആമിയും റയാനും കൂടി അവർക്കൊപ്പം പുറത്തേക്ക് വന്നിരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, കാറിലേക്ക് കയറും മുന്നേ റൂബി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും നേർത്തൊരു പുഞ്ചിരിയോടെ തല കുലുക്കിയതേയുള്ളൂ ആമി. ഞാനും മോളെ നോവിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒന്നും വേണമെന്ന് വെച്ചിട്ടായിരുന്നില്ല മോളെ. മനസ്സ് നീ നിരപരാധിയാണെന്ന് പറയുമ്പോഴും മുന്നിലുള്ള സംഭവങ്ങൾ കാരണം ഒന്നും വിശ്വാസത്തിലെടുക്കാൻ സമ്മതിച്ചില്ല. നീയും കൂടി ചേർന്ന് ഇവനെ ചതിക്കുമോ എന്നുള്ള ഭയമായിരുന്നു മമ്മിയുടെ മനസ്സ് നിറയെ. അതുകൊണ്ടാ മമ്മി മോളോട് ഇഷ്ടക്കേട് കാണിച്ചത്. മോളുടെ അമ്മയ്ക്ക് പറ്റിപ്പോയ തെറ്റായി കണ്ട് പുറത്തേക്കണേ മോളെ. അയ്യോ മമ്മി, ഞാനിതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എനിക്കതിലൊന്നും വിഷമവുമില്ല. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ മാപ്പ് പറയാൻ വേണ്ടിയുള്ള തെറ്റൊന്നും മമ്മിയൊന്നും എന്നോട് ചെയ്തിട്ടില്ല. എല്ലാവരെയും പോലെ റീജോ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു പോയത് കൊണ്ട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ലെന്നല്ലേയുള്ളൂ. എന്നാലും അവിടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ മമ്മി എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ആഹാരം വിളമ്പി തന്നിട്ടുണ്ട്.
അതൊക്കെ മമ്മിയുടെ മനസ്സിലെവിടെയോ എനിക്കൊത്തിരി സ്ഥാനം തന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് മമ്മിയോടൊരു വിഷമവുമില്ല. എന്തുകൊണ്ടോ അത് പറയുമ്പോൾ സ്നേഹം തുളുമ്പുന്നൊരു പുഞ്ചിരി വിടർന്നു പോയിരുന്നു ആമിയിൽ. അവളുടെ ആ ഭാവവും വാക്കുകളും റൂബിയിലും സന്തോഷം നിറച്ചിരുന്നു. അവർ വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ അമർത്തി ചുംബിച്ചു. അതെല്ലാം കണ്ടും കേട്ട് നിൽക്കുകയായിരുന്ന റയാനും പോളും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ മോളെ. മോള് നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങുവാണെന്ന് ഇവൻ പറഞ്ഞു. മനസ്സിൽ വേണ്ടാത്തതൊന്നും കയറ്റിവെച്ച് പഠിത്തം ഉഴപ്പരുത് കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിലും മോളുടെ സ്വന്തം അച്ഛനെ പോലെ കണ്ട് ഡാഡിയെ വിളിച്ചു പറയണം കേട്ടോ. ശരി ഡാഡി. അത്രമേൽ വാത്സല്യത്തോടെ തന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞ ആ മനുഷ്യനിൽ ആ നിമിഷം തന്റെ അച്ഛനെ തന്നെയായിരുന്നു ആമി കണ്ടത്. അതുകൊണ്ട് മറ്റൊരു മറുപടിയും പറയാനുണ്ടായിരുന്നില്ല അവൾക്ക്. എന്നാ പോട്ടടാ. വീണ്ടും ഒരിക്കൽ കൂടി ഇരുവരോടും യാത്ര പറഞ്ഞിട്ട് പോളും റൂബിയും കാറിലേക്ക് കയറി. അവർ നോക്കി നിൽക്കെ തന്നെ കാർ ഗേറ്റ് കടന്നുപോയി. ടീ. അവർ പോയതും അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയ ആമിയെ റയാൻ പിന്നിൽ നിന്ന് വിളിച്ചു. എന്താ? തിരിഞ്ഞു നിന്ന് പിരികം ചുളിച്ച് ഒരുമാതിരി പോരിന് നിൽക്കും പോലെയുള്ള ആമിയുടെ നിൽപ്പും ചോദ്യവും കണ്ടാൽ റയാൻ ഒരു നിമിഷമൊന്ന് പകച്ചുപോയി. നീ ഇങ്ങനെ കടിക്കാൻ വരും പോലെ നിൽക്കുവൊന്നും വേണ്ട. നാളെ കോളേജിൽ പോണേ, സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? പോയി റെഡിയായിട്ട് വാ. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അവൻ പറഞ്ഞതും ആമി മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് പോയി. ചേടാ, കുറച്ചു ദിവസം കൊണ്ടൊക്കെ ഒരു മനുഷ്യനിങ്ങനെ മാറാൻ പറ്റുമോ? ആദ്യം കാണുമ്പോൾ നനഞ്ഞ പൂച്ചയെപ്പോലിരുന്ന പെണ്ണ ഇപ്പോൾ സർവ്വസമയം തിന്നാൻ വരുന്ന ഭാവത്തിലാ നോട്ടവും ഭാവവും. ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോകുന്നവളെ നോക്കി നിന്നുകൊണ്ട് റയാൻ സ്വയം പറഞ്ഞു. പിന്നെ ഫോണെടുത്ത് സോഫയിലേക്കിരുന്നു.